അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യ സഹോദരന്മാരെ, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലെ ഇമാം സുദൈസി നടത്തിയ ഒരു പ്രഭാഷണത്തെ നാട്ടിലെ ആളുകൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സുദൈസി നടത്തിയ പ്രഭാഷണത്തിൽ പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാണ് പലരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സുദൈസി നടത്തിയ പ്രഭാഷണം എന്താണെന്നും ആ പ്രഭാഷണത്തിന്റെ അർത്ഥം എന്താണെന്നും ഞാൻ അദ്ദേഹം നടത്തിയ അതേ ഭാഷയിൽ പറഞ്ഞുതരാം. സുദൈസി പ്രസംഗിച്ചത് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ തഖൂലു ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ. എന്ത്? യസ്തുറുനി ബിരിദാഇഹി വന അൻദുറു ഇലൽ ഹബ്ശ യൽഅബൂന ഫിൽ മസ്ജിദി. അവിടുത്തെ പള്ളിയിലെ ഹബശാക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ നോക്കുമ്പോ പ്രവാചകൻ ഒരു തട്ടം കൊണ്ട് മറക്കുമായിരുന്നു, ഒരു മറ പിടിക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലതു വാന അൻദുറു ഇലൈഹിം വഹുവ യസ്തുറുനി, ഞാൻ അവരിലേതൊക്കെ നോക്കുന്നു, പ്രവാചകൻ എന്നെ മറച്ചു പിടിക്കുന്നു. ബിരിദാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ തട്ടം കൊണ്ട്. സുദൈസി പ്രസംഗിക്കണാണിത്. എന്നിട്ട് പറയാം, പിന്നെ സുദൈസി പറയാം, യസ്തുറുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔറതഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദീസി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല അൽ മർഅതു ഔറ അൽ മർഅതു ഔറ അൽ മർഅതു ഔറ അൽ മർഅതു ഔറ വറബ്ബി ഔറ. സുദൈസി പറയുന്നത് എന്താന്ന് വെച്ചാൽ ആവർത്തിച്ച് അദ്ദേഹം പറയാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, സ്ത്രീ നഗ്നതയാണ്, സ്ത്രീ നഗ്നതയാണ്. റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയെ മറച്ചു പിടിക്കുന്നത് പ്രവാചകന്റെ നഗ്നതയെ മറച്ചു പിടിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. എന്നിട്ട് സുദൈസി പിന്നെ പറയാം, ഫഇൻ ഖറജത് വകശഫത് സൗആതിഹാ ബിൻതാലു വതന്നൂറ വഅബാല ഖദരിൽ ജിസ്മി വമാ വാ. എന്താ പറയുന്നത് അറിയോ? സ്ത്രീ അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പുറത്ത് കാണുന്ന രൂപത്തിൽ, ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന രൂപത്തിലുള്ള അവളുടെ പാവാടകളും അതുപോലെ തന്നെ പാന്റുകളും ഒക്കെ ധരിച്ചുകൊണ്ട്, അതുപോലെയുള്ള അബായകളൊക്കെ ധരിച്ചുകൊണ്ട്, ശരീരത്തോട് ഒട്ടിച്ചേർന്നതുകൊണ്ടുള്ളത് ധരിച്ച്, എന്നിട്ട് അവളുടേതായ നഗ്നത പുറത്ത് കാണുന്ന രൂപത്തിൽ സ്ത്രീ പുറത്തിറങ്ങിയാൽ, സുദൈസി പറയുന്നത് എന്താ? അങ്ങനെ പെണ്ണ് പുറത്തിറങ്ങിയ വഅന്ത ഖബീസ്, നീ നീചനാണ്, നികൃഷ്ടനാണ്, അങ്ങനെ ഇറക്കണ്ടാൻ. ഔറ ഔറ ഔറ, വീണ്ടും 3 പ്രാവശ്യം സുദൈസി പറയാ, ഇവർ നഗ്നതയാണ്, പെണ്ണ് നഗ്നതയാണ്. എന്നിട്ട് മൂപ്പര് ചോദിക്കാൻ, മാദാ യജിബു അലൈനാ ഫിൽ ഔറ യജിബു അലൈനാ സത്റുഹാ, നമ്മുടെ നഗ്നതയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് നിർബന്ധം, അത് മറക്കൽ നമുക്ക് നിർബന്ധമാണ്. ലൈസൽ അംറു കഹകദാ ലൈസൽ അംറു ഹകദാ, മറക്കുന്നില്ല, മറക്കണം നമ്മൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നൊരു സുദൈസി പറയാം, ഐനൽ ദിയാന ഐനൽ ഖൗഫ് ഐനൽ ഖൗഫു മിനല്ലാഹ് വൽറിഖാബതുനാ ഐനൽ ഖൗഫു മിനന്നാർ ഐനൽ ഖൗഫു മിനൽ ഖബർ വൽ ഹിസാബ് വൽ അദാബ്. സുദൈസി ചോദിക്കാം, എവിടെയാണോ മതബോധം, എവിടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, എവിടെയാണ് നരകാഗ്നിയെ കുറിച്ചുള്ള ഭയം, എവിടെയാണ് ഖബറിനെ കുറിച്ചുള്ള ഭയം, എവിടെയാണ് ഹിസാബിനെ കുറിച്ചുള്ള ഭയം, എവിടെയാണ് പരലോകത്തെ കുറിച്ചുള്ള ഭയം? ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ. എന്നിട്ട് പറയാം, കം തഖ്റുജു ഇംറാത്തും മിൻ നിസാഇൽ മുസ്ലിമീൻ തഫ്തിനു ശുബ്ബാനം വശിബാന വതഫ്തിനു ദുകൂറം സിഗാറം വകിബാറ. എന്താണ് അയാൾ പറഞ്ഞത് തരും? എത്ര സ്ത്രീകളാണ് നമ്മുടെ മുസ്ലിം സ്ത്രീകളിൽ നിന്ന് യുവാക്കന്മാരെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഫിത്നയിലാക്കുന്ന, അവരെ ആകൃഷ്ടരാക്കുന്ന രൂപത്തിൽ എത്രയോ സ്ത്രീകളാണ് പുറത്തിറങ്ങുന്നത്. തറാ അജബൻ ഉജാബ്, ഇത് വല്ലാത്തൊരു അത്ഭുതകരമായ പ്രവർത്തനം തന്നെയാണ്. എവിടെയാണ് ഭക്തി, എവിടെയാണ് മതബോധം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയാൻ, എല്ലാം മറഞ്ഞു പോയിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആളുകൾക്ക്. ഇല്ലാമൻ റഹിമല്ലാഹ്, അള്ളാഹു അനുഗ്രഹം ചെയ്തവർക്കൊഴികെ കുറച്ച് ആളുകൾ അവരുടെ സ്ത്രീകളെ ശരിക്കും മറക്കുന്നു. എന്നിട്ട് സുദൈസി തുടരുകയാണ്,
يقول النبي صلى الله عليه وسلم المرأة عورة إذا خرجت استشرفها الشيطان شرفها ورفعها في أنظار العالمين وذهب ينظر إلي الرائي والغاد. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സ്ത്രീ നഗ്നതയാണ്. അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിശാചന്തയും അവളെ പ്രദർശിപ്പിക്കും. ആലമീൻ, ജനങ്ങളുടെ ദൃഷ്ടിയിൽ അവളെ വല്ലാതെ പ്രദർശിപ്പിച്ചു കളയും പിശാച്ച്. അവളിലൂടെ നടന്നു പോകുന്ന ആളുകളും വരുന്ന ആളുകളും ഒക്കെ അവളിലേക്ക് നോക്കുന്നു. അവൾ ആ സ്ത്രീയിൽ ആകൃഷ്ടരാകുന്നു. അതളുന്നു അന്നർ റിജാല യമുറൂന ബിന്നിസാഇ ഫിത്തുറുഖാത്ത് ഉഫയൻദുറൂന ഇലാ ഔറാതിന്ന വഅജ്സാദിന്ന വഅഹ്ജാദിന്ന. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? സ്ത്രീകളുടെ അരികിലൂടെ പുരുഷന്മാര് നടന്നു പോകുമ്പോ ആ സ്ത്രീകളുടെ ശരീരത്തിന്റെ, അവരുടെ അരക്കെട്ടിലേക്ക്, അവരുടെ മാർവിടത്തിലേക്ക്, അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പുരുഷന്മാർ നോക്കുമ്പോ ഹത്താ യഖൂലു സുബ്ഹാനല്ലാഹ് മാ അഹ്സന ഖൽഖല്ലാഹ്, വല്ലാത്തൊരു സുന്ദരിയാണല്ലോ ആ പോകുന്നത് എന്ന രൂപത്തിൽ ആകൃഷ്ടരാകുന്നു. ലീമ യൻദുറു റജുലു ലിൽ മർഅ, എന്തിനാ പുരുഷന്മാർ ഈ സ്ത്രീകളെ നോക്കുന്നത്? ലിമ യൻദുറു ഇലാ ഔറതിഹാ, എന്തിനാണ് അവളുടെ നഗ്നതയിലേക്ക് നോക്കുന്നത്? വയൻദുറു ഇലാ ഫർജിഹാ ലിമാദാ, അവളുടെ ഉയ്യഭാഗത്തേക്ക് എന്തിന് നിങ്ങൾ നോക്കുന്നു പുരുഷന്മാർ? അയൻദുറു ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖസമൽ അർസാഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റേതായിരിക്കുന്ന ഔദാര്യം, അവന്റേതായ വിഹിതം, അവൻ ഒരു വലിയ ഔദാര്യം നൽകിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ല ചിന്തയാണോ? അല്ലല്ലോ. യൻദുറു ഹത്താ യസ്തഹി, ആ പെണ്ണിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് അവർ നോക്കുന്നത്. അമാ തഗാർ അൻ തുസ്തഹാ മഹാരിമിക്, ഓ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉമ്മമാരെയും നിങ്ങളുടെ പെങ്ങന്മാരെയും നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ പെമ്മക്കളെയും ഒക്കെ അന്യ ആളുകൾ നോക്കി ആകൃഷ്ടരാകുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവുമില്ലേ, ഒരു നാണവുമില്ലേ? അമായഗാറുൽ വാഹിദു അൻ തുസ്തഹാ മഹാരിമുഹു, നിങ്ങളാരും നിങ്ങൾ